ഈ പ്രാവശ്യത്തെ ഈദ് വെക്കേഷന് ഞാനും എൻ്റെ കുടുംബവും പോയത് കെനിയയിലേക്കായിരുന്നു. ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നു കെനിയ കാണുന്നുള്ളത്. കെനിയയിൽ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം കാണേണ്ട സ്ഥലം വന്നിട്ട് മസൈമാറായിരുന്നു. അപ്പോൾ കെനിയ എയർപോർട്ടിൽ കാണുന്ന ഒരു സ്കെൽട്ടനാണിത്. ഒരുപാട് വർഷം പഴക്കമുള്ള സ്കെൽട്ടനാണിത്. അതെ, ഇതാണ് എൻ്റെ ഇവിടുത്തെ ഗൈഡ് വന്നിട്ട്. ഞാൻ ഇദ്ദേഹത്തിനെ ഓൾറെഡി ദുബായിൽ നിന്ന് തന്നെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തിരുന്നു. ഈ വണ്ടിയും ഇദ്ദേഹവും നമുക്ക് പെർ ഡേ ഒരു ചാർജ് ചെയ്യുന്നത് $120 ഈ ഡ്രൈവറിൻ്റെ പെർ ഡേ ചാർജ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേ വന്നിട്ട് എൻ്റെ നൈറോബിയിലുള്ള റാഡിസൺ ബ്ലൂ ഹോട്ടലിലായിരുന്നു. ഇവിടെ എനിക്ക് ചാർജ് ആയിട്ടുള്ളത് 950 ദിറംസും പ്ലസ് ഫുഡ് 250 ദിറംസും. ഇവിടുത്തെ എല്ലാ റിസോർട്ടിലും ഹോട്ടലിലും ഫുഡ് സെപ്പറേറ്റ് പേ ചെയ്യണം. കാരണം ഒരു റിസോർട്ടിലും ഹോട്ടലിലും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ കോംപ്ലിമെൻ്റ് ഇല്ല ഇവിടെ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് യാത്ര വന്നിട്ട് നാഗ്പൂരിലേക്കായിരുന്നു. ഏകദേശം 3.5 മണിക്കൂറോളം ഇവിടുന്ന് ഡ്രൈവ് ഉണ്ട് നാഗ്പൂരിലേക്ക്. നാഗ്പൂരിൽ ഞാൻ താമസിക്കുന്നത് ഇവിടുത്തെ പാർക്കിൻ്റെ ഉള്ളിലുള്ള ഒരു റിസോർട്ടിലാണ്. ഇതാണ് നാഗ്പൂർ നാഷണൽ പാർക്ക്. $120 പെർ ഡേ ഇവർ ചാർജ് ചെയ്യുക. നമ്മളെപ്പോഴും ഇന്നായോ സെയിം ടൈമിൽ നമ്മൾ ഔട്ട് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും $120 പിന്നെയും കൊടുക്കണം. നമ്മൾ ഏകദേശം 450 ദിറംസാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചാർജ് ഇവർ വാങ്ങിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്ററോളം പോയിട്ട് വേണം നമ്മളുടെ റിസോർട്ട്. ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ലോഡ്ജ് എന്നാണ് ഇവർ പറയുക മെയിനായിട്ട്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് നാക്കുരു ലൈക്ക് റിസോർട്ടാണ് ഞാൻ ഇവിടെ എടുത്തത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ സ്റ്റേ. നല്ല ക്ലൈമറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗംഭീരമായിട്ടുള്ള കുറേ അനിമൽസിനോട് കാണാൻ പറ്റില്ല. കുറച്ച് സീബ്രാസ്, പലതരത്തിലുള്ള പക്ഷികൾ ഒക്കെ കാണാൻ പറ്റും. ഇതാണ് എൻ്റെ നാക്കുരു റിസോർട്ട് ഞാൻ എടുത്തത്. നല്ലൊരു റിസോർട്ടുണ്ട്. നല്ല അടിപൊളി ക്ലൈമറ്റ് ഇവിടുത്തെ. ഞാൻ പിന്നെ എടുത്ത് പറയാണ്, വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ എനിക്ക് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടുള്ളത് 1050 ദിറംസാണ്. ഫുഡിന് 300 ദിറംസ് ഞാൻ അവിടെ പേ ചെയ്തു. ഒരു നൈറ്റാണ് ഞാൻ അവിടെ താമസിച്ചത്. എനിക്ക് കിട്ടിയിട്ടുള്ള റൂമാണ് കാണുന്നത്. നല്ല ഗംഭീരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. ഈ ട്രിപ്പിന് ദുബായ് ടു കെനിയ എൻ്റെ ട്രിപ്പിന് എൻ്റെ വൈഫ്, ഞാൻ, എൻ്റെ കുട്ടിക്ക് എനിക്കായിട്ടുള്ളത് 17,300 ദിറംസോളം എനിക്ക് കോസ്റ്റ് വന്നിട്ടുണ്ട് ഈ ഒരു കെനിയൻ ട്രിപ്പിന്. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 ഞാൻ മസൈമാരുടെ വീഡിയോസ് വളരെ വ്യക്തമായിട്ട് ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്. ഒരു വ്ളോഗർമാരും പറയാത്ത കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട്. പല യൂട്യൂബർമാർക്കും കണ്ടൻറ്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും എടുത്ത് കാണിക്കും അവർ. അവിടുത്തെ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ മറച്ചു വെക്കും അവർ. കാരണം അവരുടെ വയറ്റിപ്പഴപ്പാണ് വ്യൂവേഴ്സും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് നാഗ്പൂർ നാഷണൽ പാർക്ക്. നല്ലൊരു സ്ഥലമുണ്ട് നാഗ്പൂർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കെനിയ ട്രിപ്പ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ 2 വീഡിയോസ് ഒന്ന് കണ്ടാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഈ പൈസക്ക് നിങ്ങൾക്കത് മുതലാണോ ഇല്ലയോ എന്ന്. ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഈ കെനിയ ഇവിടുത്തെ ഒരു വൈൽഡ് ലൈഫും ഇവിടുത്തെ ട്രൈബൽസൊക്കെ കാണുന്നുള്ളത്. എൻ്റെ മെയിൻ സ്പോട്ട് വന്നിട്ട് മസൈമാറായിരുന്നു. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചൊരു ട്രിപ്പായിരുന്നു മസൈമാർ. പക്ഷേ ഇതിലൊരുപാട് നെഗറ്റീവുകളുണ്ട് ഈ പറയാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അടുത്ത വീഡിയോ കമ്മിങ് സൂൺ. താങ്ക് യു.